സോണീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ നഗറ്റ്സ് ആണ്. ഇത് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമാണ് കേട്ടോ. ഇതുണ്ടാക്കുന്നതിനായിട്ട് ആദ്യം 1/2 കിലോ പനീർ സ്ക്വയർ ഷേപ്പായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളകും കൂടി മിക്സിയിലടിച്ച് പേസ്റ്റാക്കി എടുത്തതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് മൈദയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മളിതിൽ മൈദ ചേർത്തതുകൊണ്ട് പനീർ ഡ്രൈ ആയിരിക്കും കേട്ടോ. ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയത്ത് നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള മാവ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് തിക്നെസ്സിന് വേണ്ടി 1/4 കപ്പ് മൈദയും ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 1/4 കപ്പ് കോൺഫ്ലോറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഒരുപാട് തിക്ക് ബാറ്റർ അല്ല, എന്നാൽ അത്ര തിന്നും ആവരുത് കേട്ടോ. ഇതാ ഈ രീതിയിലൊന്ന് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മൈദ മിക്സിൽ പനീർ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് മുക്കിയെടുത്തതിന് ശേഷം ഇതിൽ നിന്നെടുത്ത് ഇനി ഇത് ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം. നഗറ്റ്സ് എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അത്യാവശ്യം ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചു ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ 2 ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള നഗറ്റ്സും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പനീർ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വെറുതെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കൂ കേട്ടോ. ഇനി നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.